ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വീണ്ടും ബയോളജിയിലെ മനുഷ്യ ശരീരത്തിലെ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ദഹന വ്യവസ്ഥയാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഡൈജഷന്റെ പാർട്ടായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അറൗണ്ട് ഒരു 12 പേജാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. തുടങ്ങാം അല്ലെ? ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ് നമുക്കറിയാം. ഈ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ഏതായിരിക്കും? ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണമാണ്. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. ഇനി സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തില് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയും. ഓക്കെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന എത്ര ഹെവി ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും അതിനെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാവുന്ന തരത്തില് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ഡൈജഷൻ, ദഹനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ശരീരത്തിലെ ആഹാരം ദഹിച്ചതിന് ശേഷം ആ ആഹാരത്തിന് ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. ഈ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങളെല്ലാം ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് സ്വാംശീകരണം. ഇനി നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ വേസ്റ്റ് ആയിട്ടുള്ള ബാക്കി സാധനങ്ങളുണ്ടല്ലോ, ആ ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് വിസർജനം. അപ്പൊ നമ്മൾ ആഹാര സ്വീകരണം എന്ന് പറയുന്ന ഘട്ടം കണ്ടു, ദഹനം കണ്ടു, അതിനുശേഷം ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണമാണെന്ന് കണ്ടു. അങ്ങനെ ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എന്ന് കണ്ടു. ഇതിന് ആവശ്യമില്ലാത്ത ബാക്കി വന്ന വസ്തുക്കളെല്ലാം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ 5 സെക്ഷൻസ് ഉൾപ്പെടുന്നതാണ് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഹാര സ്വീകരണം, 2 ദഹനം, 3 ആഗിരണം, 4 സ്വാംശീകരണം, 5 വിസർജനം. ഈ 5 പ്രക്രിയകളും കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ദഹന വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വായു മുതൽ വൻകുടൽ വരെ നീണ്ടു നിൽക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് ദഹന വ്യവസ്ഥയ്ക്കുള്ളത്. വായുണ്ട്, അവിടെ നിന്ന് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇത്രയുമാണ് പ്രധാന ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? വായിൽ വെച്ചാണ് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത്. നമ്മുടെ വായില് ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസമുണ്ട്. ആ ദഹനരസത്തിന്റെ പേരാണ് സലൈവറി അമിലേസ് ആണ് വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം. ഈ വായിൽ വെച്ച് അന്നജത്തിന് മാൾട്ടോസ് ആയിട്ടൊരു രൂപമാറ്റം ഉണ്ടാകും. ഓക്കെ, അന്നജത്തിന് മാൾട്ടോസ് ആയിട്ടൊരു രൂപമാറ്റം ഉണ്ടാകും. ഈ രൂപമാറ്റം കാരണമാണ് നമ്മള് ചോറൊക്കെ വായിൽ വെച്ച ഉടനെ നമുക്കൊരു മധുരം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ആ മധുരരസം ഉണ്ടാകുന്നത് നമ്മുടെ ആഹാരത്തിലുള്ള അന്നജം മാൾട്ടോസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വായില് തന്നെ ദഹനം ആരംഭിക്കുകയാണ്. വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസമാണ് സലൈവറി അമിലേസ്. ഓക്കെ, ഇനി വായിൽ വെച്ച് അന്നജത്തിന് ഉണ്ടാവുന്ന രൂപമാറ്റമാണ് അന്നജം എന്തായിട്ട് മാറും? മാൾട്ടോസ് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി വായുടെ ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് കട്ടി കൂടിയ ഭാഗമുണ്ട്. ആ മേൽത്തട്ട് അറിയപ്പെടുന്ന പേരാണ് പാലറ്റ്. ഓക്കെ, നമ്മുടെ വായില് ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ആ ഉമിനീർ ഗ്രന്ഥികളോട് ചേരുമ്പോഴാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. അങ്ങനെ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. എത്ര ജോഡിയുണ്ട്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. അവരുടെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കിയേ,
പരോട്ടിഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്. സബ് മാക്സിലറി എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്. സബ് ലിംഗ്വൽ എന്ന് പറയുന്നത് മറ്റൊരു ഗ്ലാൻഡ് ആണ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഗ്ലാൻഡുകളാണ്, ഉമിനീർ ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതില് ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് പരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. പരോട്ടിഡ് ഗ്ലാൻഡ് ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി. ഏറ്റവും വലുത് പരോട്ടിഡ് ഗ്ലാൻഡ്. അപ്പൊ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാണ്? സബ്ലിംഗ്വൽ ഗ്രന്ഥിയാണ്. സബ്ലിംഗ്വൽ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? പരോട്ടിഡ് ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? സബ്ലിംഗ്വൽ ആണ്. ടോട്ടൽ എത്ര ജോഡി ഉണ്ട് നമ്മുടെ വായില് ഉമിനീർ ഗ്രന്ഥികള്? 3 ജോഡി ഉണ്ട്. ഏതൊക്കെയാണ്? പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്, സബ് മാക്സിലറി ഗ്ലാൻഡ് ഉണ്ട്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്. ഇത്ര എണ്ണാണ് നമ്മുടെ വായിൽ കാണപ്പെടുന്ന സലൈവറി ഗ്ലാൻഡുകൾ, ഉമിനീർ ഗ്രന്ഥികൾ കേട്ടോ. ഇനി ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഘടകം ഏതാണ്? അത് അന്നജമാണ്. അന്നജത്തിലാണ് ഉമിനീർ പ്രവർത്തിക്കുക. നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയേ, ഇത് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിലുള്ളതാണ്. വായു ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമിലേസിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. വായിൽ വെച്ച് അന്നജം എന്തായിട്ട് മാറും? മാൾട്ടോസ് ആയിട്ട് മാറും. ഈ മാൾട്ടോസിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് നടക്കുക? വായിൽ വെച്ച് ആദ്യത്തെ നമുക്കൊരു മധുരരസം ഫീൽ ചെയ്യുന്നു. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? നമ്മള് ഡൈജഷന്റെ ആദ്യത്തെ സെക്ഷൻ ആയിട്ടുള്ള വായ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി ഏതാനും പോയിന്റ് കൂടി നമുക്ക് വായുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വന്ന് ഈ ഒരു പേജ് വായിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് വായിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ 2 എണ്ണമാണ്. ഏതൊക്കെയാന്ന് നോക്കിയേ. ടൈലിൻ, സലൈവറി അമിലേസ് എന്ന് പറയുന്ന ഒരു രാസാഗ്നിയാണ്. അത് കൂടാണ്ട് ലൈസോസൈം ഉണ്ട്. ഈ ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസിന്റെ ഫംഗ്ഷൻ എന്താണ്? അന്നജത്തിനെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ്. രണ്ടും ഒന്ന് തന്നെയാണ്, 2 പേരുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് ടൈലിൻ. ഇനി ഭക്ഷണത്തിലൂടെ ഏതെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. നമ്മൾ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെയാ പറയാറ് അല്ലെ. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ലൈസോസൈം ആണ്. എന്ന് പറഞ്ഞതുപോലെ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ വായിലെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസാഗ്നിയാണ് ലൈസോസൈം. ഇനി വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗമാണ് ഗ്രസനി, ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആഹാരവും വായുവും ഒരുപോലെ കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി. അപ്പൊ നമ്മുടെ അന്നനാളം ആരംഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഗ്രസനിയിൽ നിന്നായിരിക്കും. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. നോക്കിയേ, ഇതാണ് നമ്മുടെ അന്നനാളം. ഇവിടെയാണ് അന്നനാളം ആരംഭിക്കുന്നത് കണ്ടോ. അപ്പൊ അതിന് മുമ്പുള്ള ഈ ഒരു ഭാഗത്താണ് ഗ്രസനി എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എന്തും സ്റ്റാർട്ട് ചെയ്യുക? നമ്മുടെ വിൻഡ് പൈപ്പ്, ലങ്സിലേക്ക് പോകുന്ന പൈപ്പും ആരംഭിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡ് എവിടേക്ക് പോകാൻ പാടില്ല? വിൻഡ് പൈപ്പിലേക്ക് പോകാൻ പാടില്ല. അതായത് നമ്മുടെ ലങ്സിലേക്കുള്ള പൈപ്പിലേക്ക് പോകാൻ പാടില്ല. എവിടേക്കേ പോകാൻ പാടുള്ളൂ? അന്നനാളത്തിലേക്കേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ സെക്കൻഡ്, ഇവിടെ പിക്ചർ പേസ്റ്റ് ചെയ്തപ്പോൾ സൈസ് കൂടിയതാണ്. ഓക്കെ, അപ്പൊ അന്നനാളം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രസനിയിൽ നിന്നാണ് അന്നനാളം ആരംഭിക്കുന്നത്. ഇനി ഗ്രസനിയെ ആമാശയുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ്? അന്നനാളമാണ്. ഇസോഫാഗസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. അന്നനാളത്തിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഇനി നാസ ഗഹ്വരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഉണ്ണാക്ക് എന്ന് പറയും കേട്ടോ. ഉണ്ണാക്ക്, നമ്മള് അണ്ണാക്ക് എന്നാണ് മലയാളത്തിൽ പറയാറ്, കോമൺ ലാംഗ്വേജിൽ. പക്ഷെ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ണാക്ക് എന്നാണ്. ഇനി ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിലുള്ള തരംഗ രൂപത്തിലുള്ള ചലനത്തിനെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. ഇവിടെ നോക്കിയേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നാവിന്റെ സഹായത്തോടു കൂടി ഈ ഉമിനീരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതെവിടേക്ക് പോവാണ്? അന്നനാളത്തിലേക്ക് പോവാണ്. ഈ അന്നനാളത്തിലേക്ക് പോവാനായിട്ട് ഇവിടെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
അണ്ണാക്ക് അല്ലെങ്കിൽ ഉണ്ണാക്ക് എന്ന് പറയുന്ന ഈ ഭാഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് ഒരു ചെറുനാക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വായിൽ. അപ്പൊ ഇതിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത് കൃത്യമായിട്ട് എവിടേക്ക് പോകുന്നത്? അന്നനാളത്തിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ഭാഗത്ത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു സാധനം കാണാം. കണ്ടോ? എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡ് പൈപ്പിന്റെ ഒരു അടപ്പാണ്. ഇതാണ് നമ്മുടെ വിൻഡ് പൈപ്പിന്റെ ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കാണുന്ന ഒരു അടപ്പാണ് എപ്പിഗ്ലോട്ടിസ്. ഇതിങ്ങനെ തുറന്ന് അടയുമ്പോഴാണ് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഇതിങ്ങനെ തുറക്കും, ശ്വാസം ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ അടയും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് അടഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പൊ നമ്മുടെ വിൻഡ് പൈപ്പിനകത്തേക്ക് എന്ത് വരില്ല? ശ്വാസനാളത്തിനകത്തേക്ക് എന്ത് വരില്ല? ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് വരാണ്ട് സഹായിക്കുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്നും പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ വായിച്ചു നോക്കാം. നോക്കിയേ, നാക്ക് ആഹാരത്തിന്റെ സഹായത്തോടു കൂടി നാക്ക് ആഹാരത്തിനെ അണ്ണാക്കിന്റെ സഹായത്തോടു കൂടി അമർത്തി ഉരുളകളാക്കുന്നു. ിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. ചെറുനാക്ക് എന്ന് പറയുന്ന മുകളിൽ തൂങ്ങിക്കിടന്ന് കാണുന്ന ഭാഗം കേട്ടോ. ആ ചെറുനാക്ക് അടയ്ക്കും. ഇവിടെ കണ്ടോ? അടഞ്ഞു. നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. കേട്ടോ? ഇവിടെയാണ് ഫുഡ് ഇപ്പൊ എത്തിയേക്കണത്. അത് നേരെ ഇങ്ങടേക്ക് പോകും. ഓക്കെ. ഇത് ഇവിടെ നമ്മുടെ ചെറുനാക്കും അതുപോലെ തന്നെ അണ്ണാക്കിന്റെ ആ ഭാഗവും കൂടി ചേർന്നിട്ടാണ് നാസാഗഹ്വരത്തിലേക്ക് ഫുഡ് കടക്കാണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കേട്ടോ? നാസാഗഹ്വരം എന്ന് പറയുന്നത് മൂക്കുമായിട്ടുള്ള കണക്ഷനാണ്. ഇവിടേക്ക് കടക്കാതെ തടയുന്നതാണ് ചെറുനാക്കും അതുപോലെ തന്നെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗവും. വിൻഡ് പൈപ്പിലേക്ക് കടക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. രണ്ടും രണ്ടാണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പഠിക്കാം കേട്ടോ. ഇനി ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. കണ്ടോ? എപ്പിഗ്ലോട്ടിസ് അടയുന്നത് കൊണ്ട് ഫുഡ് എവിടേക്ക് കൃത്യമായിട്ട് പൊക്കോളും? നമ്മുടെ ശ്വാസനാളത്തിൽ വരാതെ നേരെ അന്നനാളത്തിലേക്ക് പൊക്കോളും. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം ലങ്സിൽ പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവര് രണ്ടും ചേർന്നിട്ടാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ആദ്യത്തെ സെക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. പല്ല് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കിടക്കാം. ഇതുവരെയുള്ളത് ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാൻ വായിച്ചു നോക്കാനായിട്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാരും വായിച്ചില്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പല്ല് എന്നുള്ള സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പല്ലുകളിലേക്ക് കിടക്കാം. പല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ വായില് ആഹാര പദാർത്ഥങ്ങളെ ചവച്ചരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ ഈ പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒഡന്റോളജി. നമ്മള് കണ്ണുകള് നമ്മുടെ തലയോടിലുള്ള കുഴികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ തലയോടിലെ ഹനുക്കളിലെ കുഴികളിലാണ്. ഈ താടിയലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തെ കുഴികളിലാണ് പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? പാൽപ്പല്ലുകൾ എന്നാണ്. പാൽപ്പല്ലുകൾ. എത്ര പല്ലാണ് പാൽപ്പല്ലുകൾ ഉണ്ടാകുക? 20 പല്ലുകളാണ് പാൽപ്പല്ലുകൾ ഉണ്ടാകുക. ഇനി സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ഈ പറഞ്ഞു പോയതിനു ശേഷം സ്ഥിരമായിട്ട് നമ്മുടെ വായിൽ ഉണ്ടാകുന്ന പല്ലുകളുടെ എണ്ണം 32ആണ്. മനുഷ്യരുടെ വായിലെ പല്ലുകളുടെ എണ്ണം 32ആണ്. ഇനി പ്രായപൂർത്തിയായ ശേഷം ഒരു 4 സ്ഥിരദന്തങ്ങൾ മുളച്ചു വരാറുണ്ട്. ഈ പല്ലുകളെ പറയുന്ന പേരാണ് വിസ്ഡം ടീത്ത് അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ എന്ന് പറയും. വിവേകദന്തങ്ങൾ. ഇനി മനുഷ്യരില് പ്രധാനമായിട്ടും 4 ടൈപ്പ് പല്ലുകളാണ് കാണപ്പെടുന്നത്. അതിന്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ ഇൻസിസർ എന്ന് പറയും. കോമ്പല്ല്, കനൈൻ. നമ്മള് ഈ പുലികൾക്കൊക്കെ കാണുന്ന നല്ല കൂർത്ത നീളം കൂടിയ പല്ലുകൾ ഉണ്ടല്ലോ, അതാണ് കോമ്പല്ല്. നമുക്കുണ്ട് അങ്ങനെ 2 പല്ലുകൾ. നമ്മൾ ഡ്രാക്കുളയുടെ ഒക്കെ പല്ല് പോലെ കാണുന്ന ആ പല്ലുകളെയാണ് കോമ്പല്ല് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് പ്രിമോളാർ,
അഗ്ര ചവർണകം എന്ന് പറയുന്ന പല്ലുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണപ്പല്ലിന് തൊട്ട് മുമ്പ് കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞി അണപ്പല്ല് പോലെ തന്നെ ഇരിക്കുന്ന പല്ലുകളാണ് അഗ്ര ചവർണകം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് എന്തുകൂടി ഉണ്ട്? ചവർണകം, അണപ്പല്ലും കൂടി ഉണ്ട്. 4 ടൈപ്പ് പല്ലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പുളിപ്പല്ല് ഇൻസിസർ, കോമ്പല്ല് കനൈൻ, അഗ്രചവർണകം പ്രിമോളർ, അതുപോലെ തന്നെ ചവർണകം മോളർ. ക്ലിയർ ആണല്ലോ? ആഹാര വസ്തുക്കള് കടിച്ചു മുറിക്കുക, ഈ ഫംഗ്ഷൻ നിർവഹിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല്. ഫ്രണ്ടിലുള്ള 4 പല്ലുകളാണ് ഉളിപ്പല്ലുകളായിട്ട് വരുന്നത്. അതുകൊണ്ടാണോ നമ്മൾ കടിച്ചു മുറിക്കുക. ഓക്കെ, അപ്പൊ ടോട്ടൽ മനുഷ്യരിൽ 4 ടൈപ്പ് പല്ലുകളാണ് ഉള്ളത്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉളിപ്പല്ലുകളുടെ എണ്ണം 8 എണ്ണമാണ്. 8 പല്ലുകളാണ് ഉളിപ്പല്ലുകൾ ഉള്ളത്. ഇനി ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകാം. ഈ കടുവയും പുലിയും ഒക്കെ കടിച്ചു കീറുകയാണ് ചെയ്യുക അല്ലെ? അവരുപയോഗിക്കുന്ന പല്ലാണ് കോമ്പല്ല്. അത് 4 എണ്ണാണ് ഉള്ളത്. 4 എണ്ണം, മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം. ഇപ്പൊ സെന്ററിലുള്ള 2 4 പല്ല് വീതം, മുകളിലും താഴെയും ഇൻസിസർ എന്ന് പറയുന്ന പല്ലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉളിപ്പല്ലുണ്ട്. അതിനുശേഷം കാണുന്ന 2 സെറ്റ് പല്ലുകളാണ് കോമ്പല്ലുകൾ. മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം ചേരുമ്പോൾ ടോട്ടൽ 4 പല്ല് എന്തുണ്ട്? കോമ്പല്ലുണ്ട്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ലാണ് കോമ്പല്ല്. കാരണം അവർക്കൊന്നും എന്തില്ല, ഈ കടിച്ചു കീറേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? കോമ്പല്ലാണ്. ഓക്കെ, ഇനി ആഹാര വസ്തുക്കള് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചവർണകവും ചവർണകവും. അഗ്രചവർണകത്തിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയേ. 8 എണ്ണാണ് അഗ്രചവർണകം ഉള്ളത്. ചവർണകം, നമ്മുടെ അണപ്പല്ലുകൾ എത്ര എണ്ണുണ്ട്? ടോട്ടൽ 12 എണ്ണം. അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ എണ്ണം എത്രയാവുന്നത്? 32 ആകുന്നത്. ഉളിപ്പല്ല് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. കോമ്പല്ല് 4 എണ്ണം ഉണ്ട്. അഗ്രചവർണകം 8 എണ്ണം ഉണ്ട്. ചവർണകം 12 എണ്ണം ഉണ്ട്. ഇനി മനുഷ്യനിലെ ദന്തവിന്യാസം, അതൊരു ഫോർമുലയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനില് വായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ഇപ്പൊ ഇവിടെ നിന്നാണ് നോക്കണമെങ്കിൽ ഇവിടുന്ന് ഇത്രയും ഭാഗത്തേക്ക് എത്ര, ഇവിടുന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്ര, മുകളിലും താഴെയും അതെത്ര, അങ്ങനെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ഫോർമുലയാണ് ദന്തവിന്യാസം എന്ന് പറയുന്നത്. അത് തന്നിരിക്കുന്നത് നോക്കിയേ. ഒരു സൈഡിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് കൗണ്ട് ചെയ്യണമെങ്കിൽ, ആദ്യത്തെ ഉളിപ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. കോമ്പല്ല് 1 എണ്ണം ഉണ്ട്. 2 അഗ്രചവർണകം കാണാം. 3 ചവർണകം കാണാം. ഇതാണ് നേരെ ഹാഫ് പോർഷൻ. മുകളില് താഴെയും അങ്ങനെ തന്നെ. താഴത്ത് നോക്കി, താഴെ ഒരു സൈഡിലേക്ക് 2 ഉളിപ്പല്ലുണ്ട്, 1 കോമ്പല്ലുണ്ട്, 2 അഗ്രചവർണകമുണ്ട്, 3 ചവർണകമുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ദന്തവിന്യാസം എഴുതുക. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പല്ലിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതും 9th ടെക്സ്റ്റിലെ ഭാഗമാണ്. അപ്പോ പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീർ എന്നിവ സഹായിക്കുന്നുണ്ട്. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും നമുക്കറിയാം. ഈ ബാഹ്യഘടനയിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പല്ലുകളുടെ ബേസിക് സ്ട്രക്ചർ സിമിലർ ആണ്. അപ്പൊ ആ സ്ട്രക്ചറിന്റെ ഘടനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, ആ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏറ്റവും പുറമെ കാണുന്ന ഈ വെളുത്ത ഭാഗം, ഇത് ഇനാമൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല്ലിന്റെ ഡെഡ് ആയിട്ടുള്ള പോർഷനാണ്, എന്ന് വെച്ചാൽ നിർജീവമായിട്ടുള്ള പോർഷനാണ്. ഇതാണ് പല്ലിന്റെ പുറം കവചം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോണയ്ക്ക് പുറത്തേക്ക് കാണുന്ന ഈ ഒരു പോർഷനെ ദന്തമകുടം എന്നാണ് വിളിക്കുക. ഇത്രയും പോർഷൻ, ക്രൗൺ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ദന്തമകുടം. ഇനി ഈ ആദ്യത്തെ ഇനാമൽ ലെയർ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടുള്ളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഡെന്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളാണ് ഈ ഡെന്റൈൻ എന്ന് പറയുന്ന പോർഷനിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഡെന്റൈന്റെ ഉള്ളിലായിട്ട് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പൾപ്പ് ക്യാവിറ്റി. പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. ഈ പൾപ്പ് എന്ന് പറയുന്ന മൃദുവായ യോജക കലകളാണ് ഇവിടെയുള്ളത്. അതോടൊപ്പം രക്തക്കുഴലുകളുണ്ട്, നാഡികളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന നാഡികളുണ്ട്.
ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാവിറ്റിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പല്ലിനെ നമ്മുടെ മോണയിലുള്ള ഈ ഒരു കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സിമന്റം എന്ന് പറയുന്ന പദാർത്ഥമാണ്. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം. സിമന്റം പോയി കഴിഞ്ഞാൽ പല്ല് അവിടെ നിന്ന് ഇളകിപ്പോയി. ഓക്കെ, അപ്പൊ ഇത്രയാണ് പല്ലിന്റെ ബേസിക്സ്, നമുക്ക് ആവശ്യമുള്ള ഘടന. ഇനി അത് കൂടാണ്ട് ഇവിടെ 2 പാർട്ട് കൂടി തന്നിട്ടുണ്ട്. നമ്മുടെ പല്ലൊക്കെ, കുട്ടികളുടെ പല്ലൊക്കെ ഇളക്കി കളയുമ്പോൾ പറയാറുണ്ട് പല്ലിന്റെ വേര് വിട്ടു വരണം അല്ലെ. ആ വേര് എന്ന് പറയുന്ന പദാർത്ഥം നോക്കിയേ, ഈ ഒരു സെക്ഷൻ ഉള്ളിലേക്ക് വേര് പോലെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ദന്തമൂലം എന്ന് പറയുന്നത്. ദന്തമൂലം. ഇനി ഇവിടെ നോക്കിയേ, ഈ മോണയുടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ ദന്തഗളം എന്ന് പറയുക. ഓക്കെ, ദന്തഗളം. ഇനി നമുക്ക് ഇതൊന്ന് വായിക്കാം. മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗത്തിനെ പറയുന്ന പേരാണ് ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ. ദന്തമകുടത്തിനും ദന്തമൂലത്തിനും ഇടയിലുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്തഗളം. നോക്കിയേ, നെക്ക് എന്ന് പറയുന്നത് ഇതാണ് ദന്തമകുടം, ഇതാണ് ദന്തമൂലം. അവയ്ക്കിടയിലുള്ള പോർഷനാണ് ദന്തഗളം, നെക്ക് എന്ന് പറയും. ഗളം എന്ന് പറഞ്ഞ നെക്ക്. ഇനി മോണയ്ക്ക് ഉള്ളിലുള്ള പല്ലിന്റെ ഭാഗമാണ് ദന്തമൂലം അല്ലെങ്കിൽ റൂട്ട്, വേര് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. ഇനി പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളെ പറയുന്ന പേരാണ് ഡെന്റൈൻ. ഡെന്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ. ഡെന്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണെന്ന് പറഞ്ഞത് ഇനാമലാണ്. ഇനാമൽ ഇത് നിർജീവമായ ഭാഗമാണ്. ഇനി നമ്മുടെ പല്ലിന്റെ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ ഒരു മൂലകമാണ് ഫ്ലൂറിൻ. സാധാരണഗതിയിൽ ഈ ഫ്ലൂറിൻ നമ്മുടെ ഫുഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറാണ് പതിവ്. പക്ഷെ ഇനാമൽ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഫ്ലൂറൈഡ് ഉണ്ടായിരിക്കണം. എന്നാൽ ഒരുപാട് എണ്ണം കൂടി കഴിഞ്ഞാൽ അത് അസുഖമായിട്ട് മാറുകയും ചെയ്യും. ഇനി പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം. കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം. ഇനി ഡെന്റൈനിന്റെ ഉൾഭാഗം അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? പൾപ്പ് ക്യാവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പൾപ്പ് ക്യാവിറ്റിയിലാണ് എന്തൊക്കെ കാണുന്നത്? രക്തക്കുഴലുകളും അതുപോലെ തന്നെ നാഡികളും കാണപ്പെടുന്നത്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡ് എവിടെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത്? അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, ലാക്റ്റിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? 1-2 സ്ഥലങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് എവിടേക്കോ പറഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ. ലാക്റ്റിക് ആസിഡ് എവിടെയാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്? എവിടെയാണ് അത് കാണുന്നത്? അറിയാവുന്നവർക്ക് ഒന്നുകിൽ മൈക്ക് ടേൺ ഓൺ ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി. ഇതിൽ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഒന്നുമില്ല. മിൽക്കില് ആസിഡ് ഇല്ല. മിൽക്ക് തൈരായിട്ട് മാറുമ്പോഴാണ്, കേർഡായിട്ട് മാറുമ്പോഴാണ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ കേർഡിൽ കാണപ്പെടുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഇനി അത് കൂടാണ്ട് നമ്മുടെ ശരീരത്തിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അതെവിടെയാണെന്ന് അറിയോ? ശരീരത്തിൽ എവിടെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത്? ഞാൻ ഇത് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? നമ്മൾ റെസ്പിറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ശ്വസനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാന ഭാഗത്തും ഈ ഒരു ആസിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ?
ഇല്ല. ശരി. നമ്മുടെ മസിൽസ് ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഗ്ലൂക്കോസിൽ നിന്ന് നമുക്ക് എനർജി അല്ലെങ്കിൽ ATP കിട്ടാത്തൊരവസ്ഥ വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മുടെ മസിൽസിൽ നടക്കുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ മസിലുകളിൽ ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറെ ദൂരം ഓടിയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാത്ത പണി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാല് കഴക്കുന്നതായിട്ട് കൈ കഴക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആ കഴപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മസിൽസിൽ ലാക്റ്റിക് ആസിഡ് വന്ന് നിറയുന്നത് കൊണ്ട്. അതൊരു ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അവിടെ റെസ്പിറേഷന്റെ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയോളൂ. ഇനി ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റഫിയുദ്ദീൻ അഹമ്മദ് ആണ് ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പല്ല് എന്ന് പറയുന്ന സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പല്ല് എന്ന സെക്ഷനിൽ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം പറയാം. ഒരു മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നുകൂടി പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു മിനിറ്റ് സമയം തരുന്നത് വായിക്കാനാണ് കേട്ടോ, വായിച്ചു നോക്കണേ. എല്ലാരും വായിച്ചു എന്ന് വിചാരിക്കുകയാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞത്? പല്ല് എന്നുള്ള സെക്ഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആമാശയം തുടങ്ങിയ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. നമ്മൾ പെരിസ്റ്റാൾസിസ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പെരിസ്റ്റാൾസിസ് അതെന്തായിരുന്നു? അന്നനാളത്തിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു വേവ് ലൈക്ക് മൂവ്മെന്റിൽ കൂടെയാണ് കടന്നു പോവുക. ആ ഒരു മൂവ്മെന്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. നമ്മൾ രണ്ട് ടൈപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഈ രണ്ട് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെരിസ്റ്റാൾസിസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഇനി ഉദരാശയത്തിന് ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം, സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആമാശയത്തിന് ആകെ ഒരേ ഒരു അറയാണ് ഉള്ളത്. ഈ ആമാശയത്തിന്റെ pH മൂല്യം 1.2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു pH മൂല്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിന്റെ pH മൂല്യം പറഞ്ഞത്? രക്തത്തിന്റെ pH മൂല്യം 7.2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊന്ന് പറഞ്ഞേ, 1.2 എന്ന് പറയുന്നത് ആസിഡ് ആണോ ബേസ് ആണോ? ആമാശയത്തിന്റെ pH 1.2 എന്ന് പറയുന്നത് അത് അസിഡിക് ആണോ ബേസിക് ആണോ? അസിഡിക് ആണ്. യെസ്. pH 7നേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ പഠിച്ചേക്കണേ? അസിഡിക് ആണ്. അപ്പൊ ഇവിടെയും സ്റ്റൊമക്കിനകത്ത് എന്താണ്? അസിഡിക് ആയിട്ടുള്ള നേച്ചർ ആണ് കാണിക്കുന്നത്. അതിന് കാരണം അവിടെ ഒരു ആസിഡ് ഉള്ളതാണ്. ആ ആസിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പോർഷൻ ആണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കി, നമ്മുടെ സ്റ്റൊമക്കിലും പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. നോക്കിയേ, ഈ മസിൽസ് നമ്മൾ മിക്സിയില് ജാറിൽ നമ്മൾ തിരിക്കുമല്ലോ, അപ്പൊ അതില് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുത്തെ മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ ഇതൊരു മിക്സി ആയിട്ട് തന്നെ കണ്ടാൽ മതി. ഈ മിക്സിക്കകത്ത് കിടന്ന് നമ്മൾ കഴിച്ച ഫുഡ് പാർട്ടിക്കിൾസ് മുഴുവൻ ഇതിലുള്ള സെക്രീഷൻസുമായിട്ട് മിക്സപ്പ് ചെയ്ത് അതൊരു മിക്സ്ഡ് ഫോമിലേക്ക് മാറി കിട്ടും. ഓക്കെ, ഇപ്പൊ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റ് വഴിയാണ് സ്റ്റൊമക്കിനകത്തെ, ആമാശയത്തിനകത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശക്തമായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ തന്നെ നിലനിർത്തുന്നു. ഏകദേശം നമ്മുടെ ഡൈജഷൻ ഒരു 4 മണിക്കൂർ സമയമൊക്കെയാണ് എടുക്കുക. അപ്പൊ അതിലൊരു മെജോറിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ആമാശയത്തിലാണ്. അപ്പൊ അങ്ങനെ കുറച്ച് അധികം നേരം ഇങ്ങനെ വയറിനകത്ത് ഫുഡ് മെറ്റീരിയൽസിനെ പിടിച്ചു നിർത്തുന്നത് വലയപേശികളാണ്. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വീതി കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആമാശയമാണ്. ആമാശയത്തില്
ചില പ്രത്യേകതരം കോശങ്ങളുണ്ട്. നോക്കിയേ, നമ്മുടെ ആമാശയത്തില് ഗ്യാസ്ട്രിക് ഗ്രന്ഥികളുണ്ട്. ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ. ഈ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളിൽ കാണപ്പെടുന്ന പറൈറ്റൽ കോശങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ഏത് കോശങ്ങളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പുറപ്പെടുവിക്കുന്നത്? ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പറൈറ്റൽ കോശങ്ങളാണ് എന്തിനെ പുറപ്പെടുവിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പുറപ്പെടുവിക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ആമാശയത്തിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടായി വരുന്നുണ്ട്. ആ ഹോർമോണിനെ പറയുന്ന പേരാണ് ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ ഹോർമോൺ ആണ് കേട്ടോ. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പൈലോറിക് ഗ്രന്ഥി. പൈലോറിക് ഗ്രന്ഥി. ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ഒരു ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പൈലോറിക് ഗ്രന്ഥിയാണ്. ഈ പേരുകൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. പൈറോളിക് ഗ്രന്ഥി, പെപ്സിൻ, ഇങ്ങനെ പല പല പേരുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കേൾക്കും. ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം ഏകദേശം 4 തുടങ്ങി 5 മണിക്കൂർ വരെയാണ്. നമ്മുടെ ഡൈജഷന് ഏകദേശം 4 to 5 മണിക്കൂർ എവിടെ തന്നെയാ സ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ആമാശയത്തിൽ വെച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ആമാശയത്തിൽ ഈ പെരിസ്റ്റാൾസിസ് ഒക്കെ കഴിഞ്ഞ് കുഴമ്പ് രൂപത്തിൽ നമ്മുടെ ഭക്ഷണമാവെന്ന് പറഞ്ഞു. ഈ ഭക്ഷണത്തിനെയാണ് കൈം എന്ന് പറയുന്നത്. കൈം എന്ന് പറയുന്നത് കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിനെയാണ്. കൈമിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 2 ആണ്. കൈമിന്റെ pH മൂല്യം 2 ആണ്. 2 എന്ന് പറയുമ്പോഴും അതെന്ത് തന്നെയാണ്? അസിഡിക് നേച്ചർ ആണ്. ഇനി ആമാശയത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ആമാശയ ഗ്രന്ഥികൾ, ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. ഈ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ദഹനരസം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ദഹനരസത്തിന് പറയുന്ന പേരാണ് ആമാശയരസം. ആമാശയരസം പുറപ്പെടുവിക്കുന്നത് ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഏത് ഗ്രന്ഥികളാണ്? ആമാശയ ഗ്രന്ഥികളാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. നോക്കിയേ, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് 3 ഐറ്റംസ്. പെപ്സിൻ എന്ന് പറയുന്നത് ഒരെണ്ണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെയാണ് ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ മ്യൂക്കസ് എന്ന് പറയും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ആസിഡിന്റെ പ്രസൻസ് കാരണം നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികൾക്കോ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അതിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന കോശങ്ങൾക്കോ അല്ലെങ്കിൽ ഗ്രന്ഥികൾക്കോ ഒന്നും ഡാമേജ് വരാൻ പാടില്ല. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ശ്ലേഷ്മം പുറപ്പെടുവിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്. പൊതുവെ ഒരു അസിഡിക് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ. പെപ്സിൻ, ആ പേര് എപ്പോഴും പ്രോട്ടീൻ എന്നുള്ള പേരിനോട് ചേർത്ത് വായിക്കാം കേട്ടോ. പെപ്സിൻ, പ്രോട്ടീൻ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാംസ്യം, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ? പെപ്സിൻ എന്ന് പറയുന്ന ദ്രവത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ. അപ്പൊ ആമാശയ രസം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ആമാശയ ഗ്രന്ഥികളാണ്. അതിൽ 3 ഘടകങ്ങളാണുള്ളത്. പെപ്സിൻ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ശ്ലേഷ്മം എന്ന് പറയുന്നതുണ്ട്. ഇനി ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പുറപ്പെടുവിക്കുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് ഓക്സിൻഡിക് കോശങ്ങൾ. ഓക്സിൻഡിക് കോശങ്ങളാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പുറപ്പെടുവിക്കുന്നത്. ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങളെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് എൻസൈം എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഡൈജഷന്റെ കേസിലും അതൊരു ജൈവ രാസപ്രവർത്തനമാണ്. അതില് ഒരു കാറ്റലിസ്റ്റ് പോലെ, ഉൽപ്രേരകം പോലെ നമ്മുടെ രാസാഗ്നി പ്രവർത്തിക്കുന്നുണ്ട്. കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താ? റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? രാസാഗ്നി അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം, രാസാഗ്നികൾ മൊത്തം എന്താണ്? ആക്ച്വലി ഉൽപ്രേരകങ്ങളാണ്. ഉൽപ്രേരകങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടും, ഡൈജഷന്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കലാണ് ഇവരുടെ പരിപാടി. ഇനി ഈ എൻസൈമുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്റ്റിമം ടെമ്പറേച്ചർ വേണം, അനുകൂലമായ ഒരു താപനില വേണം. അപ്പൊ നമ്മുടെ വയറിൽ എപ്പോഴും നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് തൊട്ട് നോക്കി അറിയാം, നമ്മുടെ വയറിന് ചുറ്റും കുറച്ച് ചൂട് കൂടുതലായിരിക്കും. ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും നമ്മുടെ വയറിന് ചുറ്റും കാണപ്പെടാറുണ്ട്. അതിന് കാരണം രാസാഗ്നികളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ഇനി
ദഹനത്തിന് വിധേയമാകുന്ന പോഷകം ഏതാണ്? പ്രോട്ടീൻ ആണ് ദഹനത്തിന് വിധേയമാകുന്ന പോഷകം. ഈ മാംസ്യം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോൺ ആയിട്ട് മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. അപ്പൊ വയറിൽ വെച്ച് നമ്മുടെ ആമാശയത്തിൽ വെച്ച് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള പ്രോട്ടീനെ മൊത്തം എന്താക്കി മാറ്റും? പെപ്റ്റോൺ ആക്കി മാറ്റും. പെപ്റ്റോൺ ആക്കി മാറ്റും. അങ്ങനെ മാറ്റുന്നത് ആരാണ്? പെപ്സിൻ ആണ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ വായിൽ വെച്ച് സ്റ്റാർച്ച് അന്നജം എന്തായിട്ട് മാറണു എന്ന് പറഞ്ഞു? മാൾട്ടോസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അതിന് സഹായിക്കുന്ന രാസാഗ്നി ഏതായിരുന്നു? സലൈവറി അമിലേസ് ആയിരുന്നു, അല്ലെങ്കിൽ ടൈലിൻ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഡൈജഷൻ ആണ് ദേ ഇവിടെ വരുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള പ്രോട്ടീനിനെ, മാംസ്യത്തിനെ ഭാഗികമായി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തൊന്നല്ല, ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സിൻ ആണ്. പെപ്സിൻ. ഓക്കെ. ഇനി പ്രോട്ടീനുകൾ, പല ടൈപ്പ് പ്രോട്ടീനുകൾ ഉണ്ടല്ലോ. അൽബുമിൻ ഉണ്ട്, ഫൈബ്രിനോജൻ, നമ്മൾ പല ടൈപ്പ് പ്രോട്ടീനുകൾ പഠിച്ചിട്ടുണ്ട്. പെപ്സിനെ കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റാത്ത പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. കെരാറ്റിൻ എവിടെ കാണപ്പെടുന്നതാണ്? നമ്മുടെ മുടിയിൽ കാണപ്പെടുന്ന മാംസ്യമാണ്, പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. ഇപ്പൊ പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം ഏതാണ്? കെരാറ്റിൻ മാത്രമാണ് കേട്ടോ. ഇനി പാലിലെ മാംസ്യമാണ് കേസിൻ. കേസിൻ എന്നാണ് നമ്മൾ കഴിക്കുന്ന പാലിലുള്ള പ്രോട്ടീനെ പറയുന്ന പേര്, കേസിൻ. ആ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ. ഇത് ചെറിയ കുട്ടികളിലാണ് റെനിൻ എന്ന് പറയുന്ന രാസാഗ്നി കാണപ്പെടുന്നത്. ഓക്കെ. ഇപ്പോ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടികൾക്ക് ആ കഴിക്കുന്ന പാല് ദഹിപ്പിച്ച് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രാസാഗ്നിയാണ് റെനിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ പേരൊന്ന് പഠിച്ചു വെച്ചോളൂ. ഹെയറിൽ, നമ്മുടെ മുടിയിൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? കെരാറ്റിൻ ആണ്. ഇത് ആരെ കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റില്ല? നമ്മുടെ ശരീരത്തിലുള്ള പെപ്സിൻ, അതിനെ കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതുകൂടാണ്ട് നമ്മുടെ പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ് കേസിൻ. കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ. ഓക്കെ. ഇനി ആമാശയത്തിലെ ആസിഡ് ഏതാന്ന് നമ്മൾ പറഞ്ഞു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആന്ന് പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡ് പുറപ്പെടുവിക്കുന്ന കോശങ്ങൾ ഏതാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കോശങ്ങളായിരുന്നു? ഓക്സിൻറ്റിക് കോശങ്ങളാണ് അതിനെ സഹായിക്കുന്നത്. ഇനി ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ pH നെ നിയന്ത്രിക്കുകയും ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ആമാശയത്തിൽ നിന്നും പുറത്തു വരുന്ന അസിഡിക് നേച്ചറുള്ള അമ്ലഗുണമുള്ള ഭക്ഷണത്തിനെ ബേസിക് ആക്കി മാറ്റുന്ന, ക്ഷാരഗുണമുള്ള ഇതാക്കി മാറ്റുന്ന ദഹനരസമാണ് പിത്തരസം, ബൈൽ എന്ന് പറയുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ബൈൽ പുറപ്പെടുവിക്കുന്നത് ആരാണ്? കരളാണ്, ലിവറാണ്. പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. ഗാൾ ബ്ലാഡർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സംഭരിക്കപ്പെടുന്നത്? പിത്തരസം സംഭരിക്കപ്പെടുന്നത്. ഇനി പിത്തരസത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ, കൊഴുപ്പ്, ആ കൊഴുപ്പിനെ ചെറിയ ചെറിയ കണികകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആര് ചെയ്യുക? പിത്തരസം ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ കണികകളാക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിനെ ചെറിയ ചെറിയ തരികളാക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇത് ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞത്? ഏത് ദഹനരസമാണെന്ന് പറഞ്ഞത്? ഏത് ദഹനരസമാണ്? പിത്തരസമാണ് ഈ ഒരു പ്രക്രിയനെ നടത്തിയെടുക്കുന്നത്. പിത്തരസം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലിവറാണ്, കരളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് സംഭരിക്കുന്നത്? പിത്താശയത്തിൽ, ഗാൾ ബ്ലാഡറിലാണ് സംഭരിക്കുന്നത്. ഗാൾ ബ്ലാഡറിലാണ് പിത്തരസം സംഭരിക്കുന്നത്. ഇനി രാസാഗ്നികൾ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. അതായത് ഇതിൽ ഒറ്റ എൻസൈമും ഇല്ല കേട്ടോ. ഈ പിത്തരസത്തിന്റെ നിറം എന്ന് പറയുന്നത് ഒരു പച്ചയും മഞ്ഞയും കൂടി ചേർന്ന ഒരു പ്രത്യേകതരം കളറാണ്. ഇതില് രണ്ട് വർണ്ണകങ്ങൾ കാണാൻ പറ്റും, ബിലിറൂബിനും ബിലിവേർഡിനും. ഓക്കെ, ബിലിറൂബിനും ബിലിവേർഡിനും ഇത് രണ്ടുമാണ് മഞ്ഞ കളർ തരുന്ന രണ്ട് വർണ്ണ വസ്തുക്കളാണ്. ബിലിറൂബിൻ നമ്മുടെ ശരീര ദ്രാവകങ്ങളിലൊക്കെ കലർന്ന് കലകളിലൊക്കെ വ്യാപിച്ച് കലകൾക്ക് മഞ്ഞ നിറം പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് മഞ്ഞപ്പിത്തം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ബിലിറൂബിൻ, ബിലിവേർഡിൻ ഈ രണ്ട് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതെങ്ങനെയാണ് ഉണ്ടാവണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എവിടെയാണ് ബിലിറൂബിൻ, ബിലിവേർഡിൻ ഈ രണ്ട് പേരുകൾ വന്നത്. അറിയാവുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, എവിടെയാണ് നമ്മൾ ഈ രണ്ട് പേരുകൾ കണ്ടേന്നുള്ളത്. ആർക്കും ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പേരുകൾ, ബിലിറൂബിനും ബിലിവേർഡിനും. കഴിഞ്ഞ ക്ലാസ്സിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ദ്രാവകങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇങ്ങനെ കണ്ണിനും നമ്മുടെ നഖത്തിനൊക്കെ മഞ്ഞ നിറം വരും. ആ അസുഖത്തിനെയാണ് മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്ന് പറയുന്നത്. എവിടെയാണ് ഈ ബിലിറൂബിൻ, ബിലിവേർഡിൻ ഈ രണ്ട് പേരുകൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നേരത്തെ നോട്ട് വായിച്ചിട്ടില്ലേ? അരുണരക്താണുക്കളുടെ കറക്റ്റ് ആണ്. അരുണരക്താണുക്കള്, റെഡ് ബ്ലഡ് കോർപ്പസൽസ്, RBC നശിക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാവുന്ന രണ്ട് പിഗ്മെന്റുകളാണ് ബിലിറൂബിനും ബിലിവേർഡിനും. ഓക്കെ, ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചോളെ. ഇനി നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട, ആമാശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസമാണ് ആഗ്നേയ രസം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ആഗ്നേയ രസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ രണ്ട് പുതിയ ടേമുകൾ പഠിക്കുകയാണ്, മെസെന്ററിയും ഇന്റർസ്റ്റീഷ്യവും. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് മെസെന്ററി. 79ാമത്തെ അവയവം ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നതാണ് മെസെന്ററി. ഇത് കണ്ടെത്തിയ ഗവേഷകനാണ് ജെ കാൽവിൻ കോഫി. നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് മെസെന്ററി സ്ഥിതി ചെയ്യുന്നത്. ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് മെസെന്ററി കാണപ്പെടുന്നത്. ഇനി 80ാമത്തെ അവയവമായിട്ട് കണ്ടെത്തിയിരിക്കുന്നതാണ് ഇന്റർസ്റ്റീഷ്യം. ഇത് ഇന്റർസ്റ്റീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇത് കൂടാണ്ട് ഇതിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള ഒരു അവയവമാണ് ട്യൂബേരിയൽ ഗ്ലാൻഡ്. ഇത് 2020 കണ്ടെത്തിയത് കേട്ടോ, ട്യൂബേരിയൽ ഗ്ലാൻഡുകൾ. ഓക്കെ, ഇപ്പൊ ഒരു 4 പോയിന്റ് എക്സ്ട്രാ ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ആഗ്നേയ ഗ്രന്ഥിനെ എടുത്ത് താഴേക്ക് വയ്ക്കാം. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പൊ രണ്ട് പുതിയ അവയവങ്ങൾ കണ്ടെത്തിയതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി ആഗ്നേയ രസം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളുടെ പേരുകൾ അടങ്ങിയിരിക്കണം. നോക്കിയേ, അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. ഈ 3 രാസാഗ്നികളാണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത്? ആഗ്നേയ രസം, പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്താന്ന് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ വായില് അമിലേസ് എന്ന് പറയുന്ന സാധനം കണ്ടു അല്ലെ, സലൈവറി അമിലേസ്. അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? സ്റ്റാർച്ചിനെ, അന്നജത്തിനെ എന്താക്കി മാറ്റുക എന്നുള്ളതായിരുന്നു, മാൾട്ടോസ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. സലൈവയിലുള്ള അമിലേസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? സലൈവറി അമിലേസ് എന്ന് വിളിച്ചു. ഇത് ആഗ്നേയ രസത്തിലുള്ള അമിലേസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? പാൻക്രിയാറ്റിക് അമിലേസ്, അല്ലെങ്കിൽ ആഗ്നേയ രസത്തിലുള്ള അമിലേസ് എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ഇതിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? അന്നജത്തിനെ എന്താക്കി മാറ്റുക എന്നുള്ളതാണ്, മാൾട്ടോസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആരുടെ ഫംഗ്ഷൻ? അമിലേസിന്റെ ഫംഗ്ഷൻ. ഇനി പ്രോട്ടീനെ ദഹിപ്പിക്കാനായിട്ട് ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്കില്, ആമാശയത്തില് പെപ്സിൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വളരെ കുറച്ച് അളവിൽ എന്ത് നടന്നിട്ടുണ്ട്? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നടന്നിട്ടുണ്ട് അല്ലെ. പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീനെ പതിയെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? പെപ്റ്റോണുകളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. ആ പെപ്റ്റോണുകൾക്ക് ശേഷം പിന്നെയും നമുക്ക് പ്രോട്ടീനുകൾ ഒരുപാട് ബാക്കിയുണ്ടാവും. അപ്പോൾ ബാക്കി പ്രോസസ് കൂടി നടത്തിയെടുക്കുന്ന രാസാഗ്നിയാണ് പ്രോട്ടിയേസ്. ഓക്കെ, ഈ പ്രോട്ടിയേസ് പ്രോട്ടീനെ എന്താക്കി മാറ്റും? പെപ്റ്റൈഡുകളാക്കി മാറ്റും. ഓക്കെ, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നികളുടെ പേരൊന്ന് പഠിച്ചു വെച്ചോളൂ. ട്രിപ്സിനും പെപ്സിനും ആണ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പെപ്സിൻ ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ. ട്രിപ്സിൻ എന്താണ് ചെയ്യുക? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും. ഇനി ആമാശയത്തില് മാംസ്യത്തെ ദഹിപ്പിക്കുന്നത് ആരായിരുന്നു? പെപ്സിൻ ആയിരുന്നു.
ഇനി ഇവിടെ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് പെപ്റ്റൈഡ് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന ആരാണ്? ട്രിപ്സിൻ ആണ്. ആ പേരിലൊരു ബന്ധമുണ്ട് കേട്ടോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് നമ്മുടെ ഫുഡ് മിക്സ് ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൽ വെച്ചിട്ട്. അപ്പൊ ചെറുകുടലിൽ വെച്ച് മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ആമാശയത്തിൽ വെച്ച് മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ളതാണ്, ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫാറ്റിന്, കൊഴുപ്പിന് എന്താക്കി മാറ്റണം? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റണം. ഈ ഒരു പ്രവർത്തനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. ഓക്കെ, അപ്പൊ കൊഴുപ്പിനെ എന്താക്കി മാറ്റണം? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റണം. ഇതിനു വേണ്ടി സഹായിക്കുന്ന രാസാഗ്നിയാണ് ലിപ്പേസ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒന്ന് നിർത്തുകയാണ്, എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്റ്റാർച്ചിനെ, അന്നജത്തിനെ എന്താക്കിയാ നമ്മൾ മാറ്റണേ? മാൾട്ടോസ് ആക്കി മാറ്റണം. ഇത് ഗ്ലൂക്കോസിന്റെ തന്നെ മറ്റൊരു ഫോമാണ്, മാൾട്ടോസ് ആക്കി മാറ്റണം. അത് സലൈവയിൽ വെച്ച് ആരാണ് ചെയ്തത്? സലൈവറി അമിലേസ് ആണ് ചെയ്തത്. അതിനുശേഷം അന്നജം നമ്മുടെ ആമാശയത്തിലെത്തി. അവിടെ വെച്ച് അന്നജത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്നത് ചേഞ്ച് എവിടെ വെച്ചിട്ടുണ്ടാവുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസിലെ അമിലേസ് ആണ് പിന്നെ അന്നജത്തിന് എന്താക്കി മാറ്റുന്നത്? മാൾട്ടോസ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പൊ രണ്ട് സ്റ്റേജ് ആയി കേട്ടോ. ഇതുപോലെ നമ്മൾ പ്രോട്ടീന്റെ കാര്യം പറഞ്ഞു. ആമാശയത്തിനകത്ത് പെപ്സിൻ എന്ന് പറയുന്ന ഒരു രാസാഗ്നി ഉണ്ട്. അത് എന്താക്കി മാറ്റും? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റും എന്ന് പറഞ്ഞു. വീണ്ടും നമ്മുടെ ഫുഡ് ഐറ്റംസിൽ എന്തുണ്ടാവും? പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീനെ കൂടി ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ട്രിപ്സിൻ എന്ന് പറയുന്ന രാസാഗ്നി. ഈ ട്രിപ്സിൻ എന്ന് പറഞ്ഞ രാസാഗ്നി എന്ത് ചെയ്തോളും? ചെറുകുടലിൽ വെച്ച് മാംസ്യത്തിനെ ദഹിപ്പിക്കും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ട്. ഫാറ്റിനെ എമൾസിഫൈ ചെയ്യാനായിട്ട് പിത്തരസം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞു. പിത്തരസം അത് പുറപ്പെടുവിക്കുന്നത് ആരാണ്? നമ്മുടെ കരളാണ്. കരളിൽ നിന്ന് പിത്തസഞ്ചിയിലേക്കാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുക? പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുക. ഈ പിത്തരസം എന്താക്കി മാറ്റിക്കോളും? ചെറിയ ചെറിയ കണികകളായിട്ട് ഫാറ്റിനെ മാറ്റിക്കോളും. ഇങ്ങനെ ചെറിയ കണികകളായ ഫാറ്റിനെ വീണ്ടും ഫർദർ ചെറുതാക്കിയാണ് അതിന് പറയുന്ന പേരാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഓക്കെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേർന്നതാണ് കൊഴുപ്പ്. അപ്പൊ ആ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിലുള്ള രാസാഗ്നി ആയിട്ടുള്ള ലിപ്പേസ് ആണ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് വായിക്കാനുള്ള സെക്ഷനിലേക്ക് കിടക്കാം കേട്ടോ. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഒഴുകുന്നത് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെയാണ്. പാൻക്രിയാസിൽ നിന്ന് ചെറിയൊരു പൈപ്പ് ഇട്ട് വെച്ചേക്കാണ് നമ്മുടെ ഇൻഡസ്റ്റൈനിലേക്ക് എന്ന് പറഞ്ഞാൽ ചെറുകുടലിലേക്ക്. ആ പൈപ്പിനെയാണ് പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ബൈല് പിത്തരസം വരുന്നതും ഒരു പൈപ്പിലൂടെയാണ്. അത് പിത്തസഞ്ചിയിൽ നിന്ന് ഒരു പൈപ്പ് വന്നിട്ടാണ് നമ്മുടെ ബോഡിയുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ചെടി നനയ്ക്കാൻ ഒരു ഹോസ് ഒക്കെ എടുക്കില്ലേ, അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. ഇനി പാൻക്രിയാറ്റിക് ഡക്റ്റും ബൈൽ ഡക്റ്റും ഒന്നിച്ച് തുറക്കുന്നത് എവിടേക്കാണ്? പക്വാശയത്തിലേക്കാണ്. പക്വാശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിയോഡിനം എന്ന് പറയും. ഡിയോഡിനം അത് എവിടെയാന്നുള്ള പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഡിയോഡിനം എന്ന് പറയുന്ന സെക്ഷനിലേക്ക് അടുത്ത സെക്ഷനൊക്കെ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ ഇതുവരെയുള്ള സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മള് ആമാശയം, അതുപോലെ ആമാശയത്തിനോട് ചേർന്ന് പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്നത് വരെയാണ് പറഞ്ഞത്. ഇത്രയും വരെയുള്ള സെക്ഷൻ ഒന്ന് വായിച്ചു വെക്കുക, എന്നിട്ട് വേണം നമ്മൾ ചെറുകുടലിലേക്ക് കിടക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരു 2 മിനിറ്റ് സമയം തരാം വായിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് സംശയമുള്ളത് ചോദിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, എന്നാലാണ് ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടി പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാണ് കേട്ടോ.
ഈ നമ്മുടെ ഡൈജഷൻ അടുത്തത് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെയാണ്. ഓക്കെ. ദഹനം പൂർത്തിയാകുന്ന നമ്മുടെ ദഹന വ്യൂഹത്തിന്റെ ഭാഗമാണ് ചെറുകുടൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ധാന്യകം, വിറ്റമിൻസ്, അതുപോലെ മാംസ്യം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫാറ്റ്, ഇവയുടെ എല്ലാം പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി നമ്മുടെ ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിന് 3 പാർട്സ് ആണ് ഉള്ളത്. ഡിയോഡിനം, പക്വാശയം, ജജനം, ഇലിയം. നോക്കിയേ, ഈ സ്റ്റൊമക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരംഭിക്കുന്ന ഈ നീല കളറുള്ള പോർഷൻ ആണ് സ്മോൾ ഇൻഡസ്റ്റൈൻ, ചെറുകുടൽ എന്ന് പറയുന്നത്. ഇതിലെ ഈ ആദ്യത്തെ ടേണിംഗ് ഉണ്ടല്ലോ, അത് ഇത്രയുള്ള ഭാഗം, ഇതാണ് ഡിയോഡിനം, പക്വാശയം എന്ന് പറയുന്നത്. പക്വാശയം. അതിനുശേഷം ഈ നീളത്തിൽ കാണപ്പെടുന്ന ഈ പോർഷൻ ആണ് ജജനം. അതിനുശേഷം കാണുന്ന പോർഷൻ ആണ് ഇലിയം. ഓക്കെ. അപ്പൊ ഈ 3 പോർഷൻ കൂടിയതാണ് ചെറുകുടൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബേണേഴ്സ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഡിയോഡിനത്തിലാണ്. ബേണേഴ്സ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഡിയോഡിനത്തിലാണ്. ആമാശയത്തിന് തൊട്ട് താഴെയുള്ള ചെറുകുടലിന്റെ ആരംഭ ഭാഗത്തിനെയാണ് നമ്മൾ പക്വാശയം അല്ലെങ്കിൽ ഡിയോഡിനം എന്ന് പറയുന്നത്. ആമാശയത്തിലെ മൃദുപാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ ആയിട്ട് മാറുക. അൾസർ. ഓക്കെ. അപ്പൊ ആമാശയത്തിലെ മൃദുപാളികളിൽ ഉണ്ടാകുന്ന വ്രണങ്ങളാണ് അൾസർ ആയിട്ട് മാറുന്നത്. ഇനി ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇലിയം. ഇലിയം, ആ പച്ച കളറിൽ നമ്മൾ കണ്ടതായിരുന്നു ഇലിയം. ഇനി അതിന്റെ ചെറുകുടലിന് തന്നെ മധ്യഭാഗം അറിയപ്പെടുന്ന പേരാണ് ജജനം. ഈ ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആന്തരസം. ഓക്കെ. ചെറുകുടലിന് ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മമായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെ പറയുന്ന പേരാണ് വില്ലസുകൾ. വില്ലൈ എന്ന് ഇംഗ്ലീഷിൽ പറയും, വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ? വില്ലസിന്റെ ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ്. ചെറുകുടലിലെ വില്ലസിലുള്ള ലിംഫ്ലോമികളായ ലാക്റ്റികലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണത്തിന് കാരണമാകുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. നമുക്ക് ആ പിക്ചർ വെച്ചിട്ട് തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഇതൊന്ന് വായിച്ചു തീർക്കുകയാണ്. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈന്റെ ഉൾഭാഗത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എവിടെ കാണാം? നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ കാണാം. ഈ ഓരോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസും ഓരോ വില്ലസുകളാണ്, ഓരോ വില്ലയാണ്. ഓക്കെ. ആ വില്ലയ്ക്കകത്ത് അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് തൊട്ട് താഴെ തന്നിരിക്കുന്നത്. നോക്കിയേ, ഇതിന് പുറമെ കാണുന്നത് ഒറ്റ നിരയുള്ള എപ്പിത്തീലിയൽ കോശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോഷകങ്ങൾ പെട്ടെന്ന് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ഇതിന്റെ ഒത്ത നടുക്ക് ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു ലിംഫ് നാഡി കാണപ്പെടും. ലിംഫ് നാഡി. ഈ ലിംഫ് നാഡിയിലേക്കാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പ് ദഹിച്ചു വരുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നു. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫാറ്റും ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്യുന്നത് എവിടേക്കാണ്? ഈ വില്ലയ്ക്കകത്ത് കാണുന്ന ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് വാഹിയിലേക്കാണ്. ലിംഫ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. രക്തത്തിൽ നിന്നുണ്ടായി വരുന്നതാണ് ലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അത് കൂടാണ്ട് രക്തലോമികൾ ഇവിടെ ധാരാളം കാണാം. കുറെ കാപ്പിലറീസ് ഉണ്ട് ഇവിടെ, കണ്ടോ? ഈ കാപ്പിലറീസ് എല്ലാം കൂടി എന്ത് ചെയ്യും? ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കൂടെ നമ്മുടെ ഫുഡ് കടന്നു പോകുമ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് തുടങ്ങിയ പല സാധനങ്ങളെയും അബ്സോർബ് ചെയ്തോളും? രക്തലോമികൾ അബ്സോർബ് ചെയ്തോളും. അപ്പൊ നമ്മുടെ ഡൈജഷന്റെ മെജോറിറ്റി പോർഷനും കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണ്ട ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ? ഈ പറഞ്ഞ വില്ലൈ എന്ന് പറയുന്ന പോർഷന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി ബാക്കി വായിക്കാലോ. ലാക്റ്റിയലിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. നമ്മൾ ഡിഫ്യൂഷൻ എന്താന്ന് പഠിച്ചിട്ടുണ്ട്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതിലെ ഡിഫ്യൂഷൻ പ്രക്രിയ വഴിയാണ് ഗ്ലിസറോള്
അതുപോലെ ഫാറ്റി ആസിഡും എവിടേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? ലാക്റ്റിനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇനി ദഹനം പൂർത്തിയാകുന്നതിന് സഹായിക്കുന്ന 3 രസങ്ങൾ ഏതൊക്കെയാണ്? ആഗ്നേയ രസം, പാൻക്രിയാറ്റിക് ജ്യൂസ്. ആന്തരരസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. പിത്തരസം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുന്നതാണ്? ബൈലാണ്, ലിവറിൽ ഉണ്ടായി വരുന്നതാണ് പിത്തരസം. ദഹനം കഴിഞ്ഞു കഴിയുമ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്. അത് എവിടെ നിന്ന് ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കോസ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അന്നജം, സ്റ്റാർച്ചിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്ലൂക്കോസിനെ കിട്ടുക. അമിനോ ആസിഡ് എവിടെ നിന്നാണ് കിട്ടുക? അമിനോ ആസിഡ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്നാണ് അമിനോ ആസിഡ് കിട്ടുക. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എവിടെ നിന്നാണ് കിട്ടുക? ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൽ നിന്നാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഏതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളെ. ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അമിനോ ആസിഡുകൾ കിട്ടുന്നത്. ഓക്കെ, അമിനോ ആസിഡുകൾ കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ്, അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടുക. ഇത്രയാണ് ദഹനത്തിന്റെ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചോളൂ, ഇത് ഓരോന്നും എന്തിന്റെയാണെന്ന്. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ബാക്കിയുള്ള ജലം അത് ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ഇനി ശരീരത്തിൽ വിറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വൻകുടലിൽ വെച്ചിട്ടാണ്. ഇത് കൂടാണ്ട് നമ്മൾ വിറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഹോർമോൺസ് ഉണ്ട് അല്ലെ, B1 തുടങ്ങി B12 വരെ. അതും കാണപ്പെടുന്നത് എവിടെയാണ്? വൻകുടലിലാണ് അതും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വൻകുടലിന് 3 ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്: കോളൻ, റെക്ടം, സീക്കം. ഓക്കെ, വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ എന്നറിയപ്പെടുന്നത്. സീക്കത്തിലാണ് വിരൽ പോലെ തള്ളി നിൽക്കുന്ന വെർമിഫോം അപ്പൻഡിക്സ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ഏകദേശം പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇനി ആദ്യത്തെ പിക്ചറിനകത്ത് കുറച്ച് സാധനങ്ങൾ വായിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. ഏത് പിക്ചർ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം വെച്ച ഈ ഒരു പിക്ചർ. ഓക്കെ, അപ്പൊ അന്നനാളത്തിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പെരിസ്റ്റാൾസിസ് വഴി ആഹാരത്തിനെ എവിടെ എത്തിക്കുക? ആമാശയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? അന്നനാളത്തിന്റെ ഫംഗ്ഷൻ. ആമാശയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഏതാണ് ആമാശയം? ഇതാണ് ആമാശയം. ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, കൂടാണ്ട് pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഇനി ഇതിലേക്കാണ് നമ്മുടെ ലിവറിൽ നിന്ന്, ഇതാണ് നമ്മുടെ ലിവർ, കരള്. ഈ കാണുന്ന പച്ച കളർ സാധനം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ പിത്താശയം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പിത്തരസം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിത്തരസം നേരെ എവിടേക്കാണ് തുറക്കണത്? കണ്ട, ഇതേ ഓപ്പണിങ്ങിന്റെ എവിടേക്കാണ് ആരും തുറന്നു വരുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസും തുറന്നു വരുന്നത്. നമുക്ക് ഇനി ലിവറിന്റെ സെക്ഷൻ ഒന്ന് വായിക്കാം. ഓക്കെ, പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്തരസത്തിൽ സംഭരിക്കുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു. പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ജ്യൂസ് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുന്നു? അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഇവിടെ നിന്നാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ, ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം
ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. ചെറുകുടലിലെ വില്ലൈ വഴിയാണ് ഈ അബ്സോർപ്ഷൻ നടക്കുക. അതിനുശേഷമാണ് എവിടേക്ക് വരുന്നത്? വൻകുടലിൽ വരുന്നത്. വൻകുടലിൽ വെച്ച് പ്രധാനമായിട്ടും ജലത്തിന്റെ ആഗിരണമാണ് നടക്കുക. അപ്പൊ ദഹനത്തിന് വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ എത്തുന്ന സ്ഥലമാണ് വൻകുടൽ. അവശേഷിക്കുന്ന ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചാണ്. ഇവിടെയുള്ള ചില ബാക്ടീരിയകൾ വിറ്റമിൻ കെ, വിറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ദഹിക്കാത്ത അവശിഷ്ടങ്ങളെ ഇവിടെയുള്ള മലാശയത്തിലേക്ക് എത്തിക്കുന്നു, പിന്നീട് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു. ഇത്രയാണ് നമ്മുടെ ഡൈജഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് പറഞ്ഞത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓരോ സെക്ഷനിലും ഉണ്ടാകുന്ന അന്നജത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്, പ്രോട്ടീനിനുണ്ടാകുന്ന മാറ്റം എന്താണ്, കൊഴുപ്പിനുണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ സെക്ഷനിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജ്യൂസുകളില് അതിലടങ്ങിയിരിക്കുന്ന രാസാക്തികൾ എന്താണ്, അവയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഒരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനെ ഒന്ന് പഠിക്കാം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നടുത്ത സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ക്ലാസ് ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ?